വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. എന്തിനും ഏതിനും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു എട്ടുകാലി മമ്മൂഞ്ഞു മാത്രമാണ് പി.സി. ജോർജ്. ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് പൂഞ്ഞാറിലെ നിലവിലെ എം.എൽ.എ. സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ്. അതിന് ഒരു കാരണം കൂടിയുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയും അതുമൂലമുണ്ടായ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനുമൊക്കെ കാരണം സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും ആണ് എന്നാണ് പി.സി. ജോർജ് പറഞ്ഞത്. അതായത് ഈ മഴക്കെടുതിയിൽ പി.സി. ജോർജിന്റെ പൂഞ്ഞാറിലും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പി.സി. ജോർജ് പൂഞ്ഞാറിലെ ഉരുൾപൊട്ടലിനും പ്രളയത്തിനും കാരണം സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണെന്ന് പറഞ്ഞത്. ഇതിന് മറുപടിയുമായി രംഗത്ത് വന്ന പൂഞ്ഞാറിലെ ഇടത് എം.എൽ.എ. സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ് പൂഞ്ഞാറിലെ പി.സിയുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ ഏറ്റവും അധികം പാറമടകൾ ഉള്ളത് പൂഞ്ഞാറിലാണ്. പലയിടത്തും ബിനാമി പേരുകളിൽ പാറ ഖനനം നടത്തുന്നതും വർഷങ്ങളായി പരിസ്ഥിതി ദോഷകരമായ എല്ലാ അനധികൃത പ്രവർത്തനങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നതും പി.സി. ജോർജ് ആണ് എന്ന രീതിയിലുള്ള പരാമർശമാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നടത്തിയത്. അതായത് ഇത്തരത്തിൽ ബിനാമി പേരുകളിൽ പാറ ഖനനം നടത്തിയും പരിസ്ഥിതിക്ക് ദോഷകരമായ എല്ലാ അനധികൃത പ്രവർത്തനങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുത്തിട്ടാണ് പി.സി. ജോർജ് ഇപ്പോൾ പൂഞ്ഞാറിലെ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും ഒക്കെ കാരണം പിണറായി വിജയനാണെന്ന് പറയുന്നത്. ഇത്തരത്തിൽ സ്വയം കുഴി തോണ്ടിയ പി.സിയെ കാണുമ്പോൾ ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരന്റെയും എട്ടുകാലി മമ്മൂഞ്ഞിന്റെയും കഥാപാത്രങ്ങൾ മനസ്സിൽ ഓടി വരുന്നു എന്നാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറയുന്നത്. കൈയോടെ പിടികൂടുമെന്ന് ഉറപ്പാകുമ്പോൾ മറ്റാരെയെങ്കിലും ചൂണ്ടി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു കൂവുന്ന പോക്കറ്റടിക്കാരനും എന്തിനുമേതിനും അവകാശവാദം ഉന്നയിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രമായ എട്ടുകാലി മമ്മൂഞ്ഞും ഈ കഥാപാത്രങ്ങളോടാണ് പി.സി. ജോർജിനെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഇപ്പോൾ ഉപമിച്ചിരിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിലെ ഒട്ടുമിക്ക ക്വാറികളുമായി പല പ്രകാരത്തിലും നേരിലും ബിനാമി രൂപത്തിലും മാസപ്പടി വ്യവസ്ഥയിലുമൊക്കെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന സംവിധാനത്തിന്റെ നിയന്ത്രണം കൈയാളി ഗുണഫലങ്ങൾ അനുഭവിച്ച തടിച്ചു കൊഴുത്ത് കുടവയർ വീർപ്പിക്കുമ്പോഴും ഈ നാടിന്റെ പരിസ്ഥിതി ആകെ തകർത്ത നിരാലംബരായ ജനങ്ങൾ ജീവനോടെ മണ്ണിനടിയിൽ ആഴ്ന്നു പോകുന്ന ദുരന്തമുഖത്തേക്ക് ഈ നാടിനെ വലിച്ചെറിഞ്ഞ പാപഭാരത്തിൽ നിന്ന് കൈ കഴുകി മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ് പി.സി. ജോർജ് എന്നാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ആരോപിക്കുന്നത്. പൂഞ്ഞാറിൽ മുമ്പ് നടന്ന പല വികസനങ്ങളും പാറമട ലോബികൾക്ക് വഴിവെട്ടിക്കൊടുക്കാനും റിയൽ എസ്റ്റേറ്റ് മാഫിയയെ സഹായിക്കാനും കൂടിയായിരുന്നു എന്നും പി.സി. ജോർജിനെ ഉദ്ധരിച്ച സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറയുന്നുണ്ട്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പി.സി. ജോർജിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം നടത്തിയിരിക്കുന്നത്. ഈ ആരോപണം വളരെ ഗുരുതരമായ ആരോപണമാണ്. അതായത് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറയുന്നത് പി.സി. ജോർജിന് പൂഞ്ഞാറിലും മറ്റുമായി ബിനാമി പേരിൽ ക്വാറികൾ ഉണ്ടെന്നും പല അനധികൃത പ്രവർത്തനങ്ങൾക്കും പി.സി. ജോർജ് ഒത്താശ നൽകിയിട്ടുണ്ട് എന്നുമാണ്. ഇത്തരത്തിൽ പരിസ്ഥിതിയെ ദോഷകരമാകുന്ന പല പ്രവർത്തനങ്ങൾക്കും പി.സി. ജോർജ് ഒത്താശ നൽകിയതിന്റെ ഫലമാണ് പൂഞ്ഞാറിലുണ്ടായ ഈ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഒക്കെ കാരണം. അതൊക്കെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ പി.സി. ജോർജ് സംസ്ഥാന സർക്കാരിനെതിരെ വിരൽ ചൂണ്ടുന്നത് എന്നാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഏതായാലും ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടിയാണ്. ഈ ആരോപണം തെളിയിക്കുകയാണെങ്കിൽ പി.സി. ജോർജിന്റെ യഥാർത്ഥ മുഖം കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാനാവും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.